നമസ്കാരം. എൻ്റെ കയ്യിൽ ഈ ഒരു കാറുണ്ട്. ഈ കാർ മാത്രമല്ല, ഇതുപോലെ വേറെയും കുറച്ച് ഡൈകാസ്റ്റ് കാറുകളുണ്ട്. അപ്പോൾ അതിനൊരു സ്റ്റാൻഡ് പണിയണം, ഒരു കാർ പോർച്ച് പോലെ ഒരു സെറ്റ് പണിയണതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓരോ പ്രാവശ്യം നാട്ടിലേക്ക് വരുമ്പോൾ ഓരോ കാറുകൾ മേടിച്ചു തരും. അങ്ങനെ ഒരു 3-4 വർഷം കൊണ്ട് കളക്ട് ചെയ്തതാണ് ഈ കുഞ്ഞു കുഞ്ഞ കാറുകൾ. ചന്ദ്രോത്സവം സിനിമയിൽ ലാലേട്ടൻ പറയുന്ന പോലെ ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്. എന്താണിത്? മിഡിൽ ഈസ്റ്റിലെ ടോക്കിയോയിലെ ആംസ്റ്റർഡാമിലെ ഒരു തറവാടിന്റെ മുറ്റം പോലെ ഫോറിൻ കാഴ്ചന്റെ പെരളി. അത്ര വലിയ പെരളിയൊന്നും ഇവിടെ ഇല്ലെങ്കിലും ഈ കുഞ്ഞു കാറുകളാണ് എൻ്റെ ഒരു കുഞ്ഞ കളക്ഷനിലെ കുഞ്ഞു ലോകം. ഫോറക് ഷീറ്റാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 3mm 4mm ഒക്കെ ഫോറക് ഷീറ്റുകൾ. അപ്പോൾ ഈ ഷീറ്റ് വെച്ചിട്ട് അത് സെറ്റ് ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. എങ്ങനെയാവും എന്താവും എന്നൊക്കെ കണ്ടറിയാം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെയ്തു നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോയിലേക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഈ ഫോറക് ഷീറ്റ് മേടിക്കുമ്പോൾ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഒരു 4 അടിയോ 8 അടിയോ അങ്ങനെ എത്രയും കണ്ടാണ് അതിൻ്റെ സൈസ് വരുന്നത്. എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഞാനത് എന്തായാലും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അത് പകുതിയാക്കിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ ചെറിയ പീസുകൾ കട്ട് ചെയ്ത് വെക്കുന്നത് ഫൈനലിലേക്കുള്ളതാണ്. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ടുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ ചെറിയ പീസൊക്കെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ കാറുകളുടെ മെഷർമെൻറ്റ് എടുക്കണം. അപ്പോൾ ഏറ്റവും ചെറുത് നമ്മുടെ മക്യുവിനാണ്. അപ്പം ആ ചെറിയ വണ്ടിയുടെയും ഏറ്റവും വലിയ വണ്ടിയുടെയും സൈസ് എടുത്തിട്ട് ഒരു ആവറേജ് സൈസിലാണ് കോളംസ് സെറ്റ് ചെയ്യണത്. അപ്പോൾ അതിനുള്ളൊരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ഷീറ്റുമായിട്ട് ഈക്വലൻ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ടിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു പ്ലാൻ സെറ്റ് ചെയ്യണമല്ലോ, അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ 21 കോളംസ് ഉള്ള ഒരു റാക്കാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. എൻ്റെ കയ്യിൽ 17 കാറുകളും ഒരു ബൈക്കുമാണ് ഉള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തേക്കുന്നത് 3mm ഷീറ്റും ഫ്രണ്ടിൽ സപ്പോർട്ടായിട്ട് എടുത്തേക്കുന്നത് 4mm ഷീറ്റുമാണ്. ശരിക്കും ഈ സപ്പോർട്ടും 4mm ആണ് വേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ 3mm കുഴപ്പമില്ല. ഇരിക്കുന്നു വിചാരിക്കണം അല്ലേ? ഇരിക്കില്ലേ? ഇരിക്കും. ഈ ബാക്കിൽ കാണുന്ന മക്യൂൻ ഉണ്ടല്ലോ, അത് നമ്മുടെ കൊറോണ പാൻഡമിക് ടൈമിൽ നാട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ വരച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ഇതിലും നല്ല സാധനങ്ങൾ കാശ് കൊടുത്ത് മേടിക്കാൻ കിട്ടും. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടാ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാ. ഞാൻ ഈ വരയ്ക്കണ സ്കെയിലില്ലേ, അത് ഞാൻ 6ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് എനിക്ക് കിട്ടിക്കണമെന്ന് തോന്നണം. അതായത് 15 രൂപയോ അങ്ങനെ എത്രയും കണ്ടാണ് അന്ന് ആ സ്കെയിലിന് കൊടുത്തത്. അന്ന് ഈ സ്കെയിലും കൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരൊക്കെ പറയുമ്പോൾ വടിവാളും കൊണ്ടൊക്കെയാണ് വന്നേക്കണേന്നൊക്കെ. 6ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ ആ ഒരു സമയത്ത്. എനിവേ, അത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രസം. ഇതുപോലത്തെ 8 ഷീറ്റാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. കാർ ഇരിക്കുന്നതും ബോട്ടം ടോപ്പും എല്ലാം കൂടി 8 പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി കറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ട് ഈ സപ്പോർട്ടിങ് ഷീറ്റുകൾ ഒട്ടിക്കലാണ് നമ്മുടെ ജോലി. ഇതിന് ഞാൻ ഫ്ലെക്സ് ക്വിക്കിൻ്റെ ഗ്ലൂ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതാകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, നല്ല പോലെ ഒട്ടിക്കോളും. ഞാൻ ഈ ചെയ്യുന്നതിൽ കുറേയൊക്കെ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ ഷീറ്റ് വാങ്ങിയപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഹാഫ് പോർഷനിൽ നമ്മുടെ എല്ലാ കാറുകളും കൊള്ളില്ല നമ്മുടെ ഇപ്പോഴത്തെ മെഷർമെൻ്റ് അനുസരിച്ച്.
അപ്പോൾ ഈ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിന് മുകളിലേക്ക് നമുക്കതൊരു ജോയിൻ്റ് ചെയ്യേണ്ടി വരും. ഒരു വൃത്തികേടില്ലാത്ത രീതിയിൽ ജോയിൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരുവിധം ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് വരിക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 2 റാക്കും കൂടി വരും. ഇതിൻ്റെ ഉള്ളിൽ കാറുകളത് ഇങ്ങനെ ഇരിക്കും. ഇതിനിപ്പോൾ നമുക്ക് സൈഡ് ബാരിയറും ലൈറ്റും ഇനി എല്ലാ കാര്യം കൂടി വരുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇതിൽ ക്രോസ് സപ്പോർട്ടാണ് വെക്കേണ്ടത്. ഇതുപോലത്തെ ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഗ്ലൂ ചെയ്യും. അപ്പോൾ ഇതിനൊരു സപ്പോർട്ടാവും ചെയ്യും, ഈ കോളംസിന് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഇനി നമ്മുടെ പരിപാടി. നമ്മളിതൊക്കെ ഏകദേശം ഒരേ സൈസിൽ തന്നെയാണ് കട്ട് ചെയ്ത് ഒട്ടിച്ചേക്കുന്നതെങ്കിലും ഈ ഗ്ലൂ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു ഫ്ലക്ച്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്ററിലേക്ക് നമ്മൾ കട്ട് ചെയ്തേക്കുന്ന പീസുകളുണ്ടല്ലോ, അത് ഇതിൽ വെച്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാറ്റം വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് വേണം ഇത് ഒട്ടിക്കാനായിട്ട്. ഈ ഒട്ടിക്കുന്നത് ഇതിൻ്റെ സൈഡ് കവറാണ്. അപ്പോൾ ഇതിൻ്റെ 4 സൈഡും ഇത് കവർ ചെയ്തിരുന്നാലാണല്ലോ ഇതിൻ്റെ ഭംഗി ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിച്ച് വരുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റാക്കിൻ്റെ ഫ്രണ്ടിൽ കാറുകൾ മറഞ്ഞു വീഴാതിരിക്കാനായിട്ട് ഈ റോഡ് സൈഡിലൊക്കെ പില്ലറുകൾ കണ്ടിട്ടില്ലേ, ഈ സീബ്ര പില്ലർ, സീബ്ര ബാരിയർ എന്നൊക്കെ പറയുന്നത്, ബ്ലാക്കും വൈറ്റും കളറിലുള്ളത് ഈ ഇൻസെറ്റിൽ കാണുന്നത്. ഇതുപോലത്തെ ചെറിയ ചെറിയ പില്ലറുകൾ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ ഒട്ടിക്കണം. അപ്പോൾ അതിന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കും. അതുമേ ഇപ്പം ഈ കട്ട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു പീസുകൾ വെച്ച് ഒട്ടിച്ച് ബ്ലാക്കും വൈറ്റും പെയിൻ്റ് അടിച്ചിട്ട് വേണം നമുക്ക് അതുപോലെ ആക്കിയെടുക്കാൻ. ഇങ്ങനെ ഓരോരോ പീസ് ഒട്ടിക്കുമ്പോഴും ഈ പശ നല്ലപോലെ കൈമിയാവും കേട്ടോ. അതാദ്യം ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ അങ്ങോട്ട് ശീലമായിക്കോളും. ഈ പ്ലൈവുഡുമേ വരച്ചിട്ടേക്കണണ്ട ചെറിയ വരകൾ, അത് ഇതിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് ഞാൻ വരച്ചിട്ടേക്കണതാണ്. അപ്പോൾ ഇത് ഓരോന്ന് ഒട്ടിക്കാനായിട്ട് നമുക്ക് എളുപ്പമുണ്ടാവും കുറച്ച്. കറക്റ്റ് ആ ലൈൻമ വെച്ചിട്ട് ഓരോന്ന് ഒട്ടിച്ച് അങ്ങനെ അങ്ങോട്ട് പോവാം. ക്ലാസ് കഴിഞ്ഞ് വന്ന പൊന്നമ്മയും എൻ്റെ കൂടെ ജോയിൻ ചെയ്തു ഒട്ടിക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഈ കട്ട് ചെയ്ത് വെച്ചതിൻ്റെയും അതിൻ്റെയൊക്കെ വേസ്റ്റുകളായിട്ട് കിടക്കുന്ന പീസുകൾ അവൾ പെറുക്കിയെടുത്തു. അവൾക്ക് വേണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അവളെടുത്തോട്ടെ. അവൾക്കൊരു സാധനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇതൊക്കെ പെറുക്കിയെടുത്ത് ഈ പശയൊക്കെ എടുത്ത് പുള്ളിക്കാരി തന്നെ പതുക്കെ ഓരോന്ന് ഒട്ടിച്ച് ഉണ്ടാക്കാൻ തുടങ്ങി. പശ കൈമയായപ്പോൾ പുള്ളിക്കാരി ഒന്ന് പേടിച്ചു. പിന്നെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കൂടെ കൂട്ടി. അങ്ങനെ പേടിച്ച് മാറി നിൽക്കാൻ പാടില്ലല്ലോ. അതെന്തായാലും അതൊക്കെ ചെയ്യാനുള്ളൊരു ധൈര്യമൊക്കെ കൊടുത്ത് പേടിയൊക്കെ മാറ്റി കൂടെ കൂട്ടിയിട്ടുണ്ട് പുള്ളിക്കാരത്തിന്. ഇതാണ് ഫ്രണ്ടിൽ വരുന്ന ആ ബാരിയർ. അപ്പോൾ ഇനി ഇത് നമുക്ക് പെയിൻ്റ് ഒക്കെ ചെയ്ത് ബ്ലാക്കും വൈറ്റും ഒക്കെ പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് മൊത്തം ഒരു 8 പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും താഴത്തെ റാക്കിൽ വരുന്നത് സൈസ് ഇത്തിരി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഫസ്റ്റിൽ ഉണ്ടാക്കിയ ബാരിയറിൻ്റെ ഷേപ്പൊക്കെ കുറച്ച് അങ്ങോട്ട് മാറിപ്പോയി. അപ്പോൾ അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ പെയിൻ്റൊക്കെ അടിക്കണം, LED സ്ട്രിപ്പൊക്കെ ഒട്ടിക്കണം. അതിന് ശേഷമാണ് ഈ ബാക്കിൽ കാണുന്ന റാക്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്.
ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തോ ഇപ്രാവശ്യം പുള്ളിക്കാരത്തിക്ക് ഒരു ഭയങ്കര നാണമാണ്. ഇനി ഇതിൽ LED സ്ട്രിപ്പൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കിവിടെ ഓരോ സെക്ഷനായിട്ട് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പെയിന്റിങ് തുടങ്ങി. ആകെ ഒരു ബ്ലാക്ക് കളർ മാത്രമാണ് നമുക്കിതിൽ അടിക്കാനുള്ളത്. ഈ ബ്ലാക്ക് 3 സ്ട്രൈപ്പ് ആയിട്ട് ഇങ്ങനെ അടിച്ചാൽ തന്നെ നമ്മുടെ വർക്ക് പകുതി കഴിഞ്ഞു. കാരണം ബാക്കി സൈഡിൽ വൈറ്റ് ആണ് വരുന്നത്. ഫോറക് ഷീറ്റ് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ അവിടെ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ അടിക്കുന്ന ബ്ലാക്ക് പെർഫെക്റ്റ് ആയിട്ട് അടിച്ചാൽ തന്നെ മതി. നമ്മൾ കണ്ടിന്യൂസ് ഇതിങ്ങനെ ഇരുന്ന് പെയിൻറ് ചെയ്യുമ്പോൾ ഈ പെയിൻറ് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ ബാരിയർമേയും അവിടെ ഇവിടെയൊക്കെ ഈ ബ്ലാക്ക് പെയിൻറ് സ്പ്രെഡ് ആവും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുന്നത്. ബാരിയറിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത LED സ്ട്രിപ്പിൻ്റെ വർക്കാണ്. ഞാൻ എടുത്തേക്കുന്ന LED വാം വൈറ്റ് ആണ്. ഈ കേബിള് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ലെങ്ത് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് LED സ്ട്രിപ്പുമേ സോൾഡർ ചെയ്യണം. സോൾഡറിങ്ങിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അബദ്ധം പറ്റി. റെക്കോർഡിങ് ഓഫാക്കി വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ അതൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ LED സ്ട്രിപ്പ് ഈ പീസിൽ ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇതിൽ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി ഈ പീസ്, ഈ ബാരിയറിൻ്റെ ഈ പീസ് നമുക്ക് നമ്മുടെ റാക്കുമ്മ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അതിന് മുമ്പ് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഒരുവിധം ആക്കണം. ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പോരും കേട്ടോ. നമ്മൾ ഈ സോൾഡർ ചെയ്തത് ചിലതൊക്കെ വിട്ടുപോരും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഇത് വീണ്ടും റീസോൾഡർ ചെയ്യുകയാണ്. അത് സൂക്ഷിച്ച് വേണം, കാരണം ആ ഫോറക്സ് മെൽറ്റ് ആവാതെ നോക്കണം ചൂട് കൂടിയിട്ട്. അങ്ങനെ സോൾഡറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓരോ സ്ട്രിപ്പും കറക്റ്റായിട്ട് കത്തുന്നുണ്ടോ എന്നൊക്കെ വെരിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാനായിട്ട്. ഈ സ്ട്രിപ്പിൻ്റെ ബാക്കിലുള്ള പശ മാത്രം തന്നെ മതിയാവില്ല കേട്ടോ ഇത് മുട്ടിച്ച് കഴിയുമ്പോൾ. കാരണം ഈ ലൈറ്റൊക്കെ കുറേ നാളിങ്ങനെ കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പശയൊക്കെ വിട്ട് അത് താഴത്തേക്ക് പോരാം. അതുകൊണ്ട് ഈ LED സ്ട്രിപ്പിൻ്റെ ബാക്കിലും ചെറുതായിട്ടൊന്ന് സൂപ്പർ ഗ്ലൂ ഒക്കെ കൊടുത്ത് ഒന്ന് മേക്ക് ഷുവർ ചെയ്ത് നല്ല സ്ട്രോങ് ആക്കിയിട്ട് വേണം ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകാനായിട്ട്. അതിൻ്റെ ഇടയിൽ പൊന്നമ്മ ഇവിടെ നിന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. സോൾഡറിങ് മെഷീന്മേൽ ചൂടുണ്ടോ, ഈ പശ ശരിക്കും ഒട്ടുന്നുണ്ടോ, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരത്തിയുടെ ഓരോ പരിപാടികൾ. ബാരിയർമേ LED സ്ട്രിപ്പ് ഒട്ടിക്കലും മറ്റു പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അത് ഈ റാക്കുമ സെറ്റ് ചെയ്യണം. അങ്ങനെ ഓരോ ബാരിയറും 1 by 1 ആയി നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതിലെ കറക്റ്റ് ഈ കേബിള് അങ്ങോട്ട് പാസ് ചെയ്ത് നിർത്തി ഓരോന്നും കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ച് ഗ്ലൂ ചെയ്ത് നമ്മളെടുക്കും. ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കേബിൾ ഇവിടെ കാണുന്നുണ്ട്, കണ്ടോ? അപ്പോൾ അത് കാണാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഓരോ പീസ് വെച്ച് നമുക്ക് പൊട്ടിക്കണം. അപ്പോൾ അത് കറക്റ്റ് ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഷേപ്പ് കറക്റ്റാക്കി വെച്ചാലാണ് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. കാരണം അത് നല്ലോണം വ്യൂ വരുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഫൈനലി ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഒട്ടിച്ചേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.